നമ്മുടെ ഈ സംഗീതം സന്തോഷം എന്ന ഗ്രൂപ്പിൻ്റെ പ്രഥമ പരിപാടിയാണ് ഇന്ന് നടന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് നാം ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഇതിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ ഗ്രൂപ്പിൻ്റെ ക്രിയേറ്ററും ഗ്രൂപ്പിൻ്റെ അഡ്മിനുമായ സിനിമയിലെ അതുല്യ നടനുമായിട്ടുള്ള നമ്മുടെ രവിയേട്ടനാണ്. രവിയേട്ടനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ മുഹമ്മദ് ഇസ്മായിൽ സാറിനെ അറിയാവുന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ടാവും. തൃപ്പയാർ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൃഷി ഓഫീസറായിരുന്നു. പിന്നീട് കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് റിട്ടയർ ആവുന്നത്. തൃശ്ശൂരിലെ അഗ്രോ ഫെസ്റ്റിൻ്റെ സംഘാടകൻ പല വർഷങ്ങളായിട്ട് അദ്ദേഹമായിരുന്നു. മന്ത്രി സുനിൽകുമാറിൻ്റെ ഹൃദയമാണ് അദ്ദേഹം. അപ്പോൾ എല്ലാ വർഷവും അഗ്രോ ഫെസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ഫുൾ ചാർജ് ഇസ്മായിൽ സാറിനാവും. അദ്ദേഹമാണ് അതിൻ്റെ കൾച്ചർ വിങ്ങിൻ്റെ കൺവീനറായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യവും നമ്മൾ ഈ സിനിമ വരുവാണ് ജോൺ മോഹൻ്റെ സുവിശേഷത്തിൽ നല്ലൊരു റോളുണ്ട്, മമ്മൂട്ടിയുടെ മോഹൻ്റെ കൂടെ. അങ്ങനെ പല പല സിനിമകളിലും സാറാണ്. ഞാനും സന്തോഷവും ഡോക്ടർ സാർ കൂടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഒരു 10 വർഷമായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം IMA അന്നത്തെ ചെയർമാൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ. അദ്ദേഹം ഈ തൃശ്ശൂർ IMA ഹാളുണ്ട് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൽ. അവിടെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ മ്യൂസിക് പ്രോഗ്രാം കാണാൻ വിളിക്കും. അപ്പം ഞങ്ങളവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് കിഷോർ കുമാറിൻ്റെ പാട്ടൊക്കെ ഒരാൾ ലൈവായി കാണുന്നത്, ലൈവായിട്ട് ഇങ്ങനെ പാടി കാണുന്നു. അപ്പോൾ തൃശ്ശൂർ വേറെ ഇങ്ങനെ കിഷോർ കുമാറിൻ്റെ പാട്ട് അധികം പാടി. പിന്നെയുള്ളത് നമ്മുടെ പീറ്ററാണ്. അദ്ദേഹം ഓടി കിടന്ന് പാടുന്ന വ്യക്തിയാണ്. ഞാൻ കാണുന്നത് നമ്മുടെ ഡോക്ടർ സന്തോഷ് ഭവനാണ്. അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ പ്രമീള ഗോപാലകൃഷ്ണൻ, തൃശ്ശൂരിലെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പായിട്ടുള്ള ഗീതം സംഗീതത്തിൻ്റെ ആസ്ഥാന ഗായികയാണ് നമ്മുടെ പ്രമീള. ഇല്ലാത്ത ഗ്രൂപ്പില്ല എന്ന് പറയുന്ന തൃശ്ശൂർ തന്നെ. പ്രമീളയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഒരുപാട് പലതരത്തിലുള്ള സംഗീത കൂട്ടായ്മകളുടെ പരിപാടികൾ, പ്രതിമാസ പരിപാടികളൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. പല ഗ്രൂപ്പുകളും പല വ്യക്തികളും ഇതിലുണ്ടാകാം. കുറച്ച് നാൾ മുമ്പാണ് രാജേഷ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത്, നമുക്കും എന്തുകൊണ്ട് ഒരു സംഗീത കൂട്ടായ്മ നമുക്കുണ്ടായിക്കൊള്ളാം. ഞങ്ങളുടേതായിട്ടുള്ളൊരു ചെറിയൊരു ഗ്രൂപ്പ് വർഷങ്ങളായിട്ടുണ്ട്. രാജേഷ് ഞാനൊക്കെ അടങ്ങുന്ന ഇവിടെയുള്ള ചെറിയ സുഹൃത്തുക്കളടങ്ങുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു വൈഡായിട്ടൊരു എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ എന്ന് ചർച്ച വന്നപ്പോഴാണ് ഇങ്ങനൊരു ആശയം ഉണ്ടായത്. നടൻ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് TG രവിചേട്ടനാണ്. രവിചേട്ടൻ കൃത്യം 3 മണിക്ക് ഇവിടെ എത്തിയെന്നുള്ളതാണ്. 3:05 ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പാട്ടുകൾ അദ്ദേഹം കേട്ട് ഇന്ന് നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടാണ് ഇന്ന് ഈ പരിപാടിക്ക് വന്നിട്ട് യാതൊരു തിടുക്കം കൂട്ടാതെ അവരുടെയും പാട്ടുകൾ കേട്ട് ആസ്വദിച്ചിരുന്നു. TG രവിചേട്ടനെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ നമ്മുടെ ഈ സംഗീതം സന്തോഷത്തിൻ്റെ പ്രഥമ സംഗീത സദസ്സിൻ്റെ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വിളക്ക് ഭദ്രദീപം അണിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട സംഗീത ആസ്വാദകരെ, നേരത്തെ
ഇവരുടെ പരിപാടിക്ക് വേണ്ടി ഞാൻ കുറേ നേരം ഇരുന്നു എന്ന് പറഞ്ഞൊന്ന് തിരുത്ത ആദ്യം ചെയ്യാം. ഞാനിരുന്നത് ഈ സംഗീതത്തോടുള്ള താല്പര്യം കേൾക്കാൻ സന്തോഷം കൊണ്ട് എനിക്ക് വേണ്ടി തന്നെ ഞാനിരുന്നതാണ്. ഇനി ഒന്നുകൂടി ഇരുന്ന് കുറച്ച് നേരത്തേക്ക് ഒരു 2 പാട്ട് പാടുന്ന സമയം കൊണ്ട് ഞാൻ